വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് നോക്കുകയാണ്. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, ഒരുപാട് നാളായി ഈ സീരീസ് ആയിട്ടും കുറേ കാര്യങ്ങൾ പഠിച്ചും അല്ലേ, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട്, കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് നോക്കാമെന്ന് വിചാരിച്ച്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഹിന്ദി പഠിക്കാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന നമുക്ക് എന്താ പറയുക, ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഫിലിംസ് കണ്ട് ഹിന്ദി പഠിക്കാൻ പറ്റില്ലേന്ന് എന്നോട് ചോദിച്ചിരുന്നു ഒരു എന്താ പറയുക നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ. ഏത് ടൈപ്പ് ഹിന്ദി ഫിലിംസ് ആണ് കാണണ്ടേന്നുള്ളത്. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും തന്നില്ലായിരുന്നു അല്ലേ. വേറൊന്നുമല്ല, അങ്ങനെ ഒരു ഫിലിം എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഓരോരുത്തരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത്. ചിലർക്ക് കോമഡി ആവും, ചിലർക്ക് എന്താ ഫൈറ്റിംഗ് ആവാം, അത് ഓരോരുത്തരുടെ ടേസ്റ്റ്. അപ്പം നിങ്ങളത് കാണുക, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ. ഇന്നതല്ല, ഒരു ഫിലിം കാണുക എന്നുള്ളത് ശരിയാ, എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കാണുന്നവരുമാണ് ഒരുപാട്, പക്ഷെ അതിൽ നിന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് ഇത്ര ടൈമൊക്കെ എടുക്കുന്ന കാര്യമാണ്. അതൊന്നും വേണ്ട. ഒരു ഫിലിം, അതിൻ്റെ ആ മൂവി നെയിം, ആ നെയിമിൽ പല ഫിലിമിനും എന്താ, ആ നെയിമിനൊരു അർത്ഥം ഉണ്ടാവും അല്ലേ. അപ്പം ആ നെയിമിൽ അർത്ഥം എന്താന്ന് ആരെങ്കിലും, ഈവൻ ഹിന്ദി അറിയാവുന്ന എനിക്ക് പോലും ഹിന്ദി ഫിലിംസ് കാണുമ്പോൾ ആ പേരിൻ്റെ അർത്ഥമൊന്നും നമ്മളിങ്ങനെ എന്താ പറയുക ചിന്തിക്കാറില്ല. ചില ഭയങ്കര മീനിങ് ആയിട്ടുള്ള ഫിലിംസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ ഒരു അർത്ഥം മനസ്സിൽ വരുന്നല്ലാതെ നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ആരൊക്കെ ചിന്തിക്കാറുണ്ട്, ആരൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ അതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലാസ് അല്ല, ഒരു എന്താ പറയുക ടൈം പാസ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫിലിമിൻ്റെ മൂവി നെയിംസ് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് ഒന്ന് നോക്കാം. അറിയാമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, ഇതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. ഓക്കെ, ശരി. ആദ്യം തന്നെ ഒരു ഫിലിം പറയാണ്, നമ്മുടെ ഹൃതിക് റോഷന്റെ ഒരു പഴയ മൂവിയാണ്. ഞാനൊക്കെ +2 10th ഒക്കെ ഉള്ള ടൈമിലാന്ന് തോന്നുന്നു. കഹോ നാ പ്യാർ ഹേ അല്ലേ, കേട്ടിട്ടില്ലേ എല്ലാവരും? ആ ഫിലിമിന്റെ ആ നെയിമിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അതെന്താണെന്ന് മനസ്സിലാക്കാൻ? കഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പറയൂ. ഈ ന എന്ന വാക്ക് നമ്മൾ ഗ്രാമറിലൊക്കെ നോക്കുകയാണ്. ഈ ന എന്ന് പറയുന്ന ന മത് കറോ ന അല്ലെ. ന എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നോ എന്ന അർത്ഥത്തിലാണ് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ഇതിൽ മനസ്സിലാക്കണ്ടേ കേട്ടോ. ഇതിന് വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കഹോ ന പ്യാർ ഹേ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, ഇഷ്ടമാണെന്നാണ്. അപ്പൊ എന്താണ്, പറയൂ, ഇഷ്ടമല്ലെന്ന് പറയുന്നതാണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലെ. ഇത് ഒരുപാട് ചിന്തിച്ചാലേ ഡൗട്ട് വരുള്ളൂ. നമ്മൾ സീതയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയാം. ഓക്കെ, കഹോന പ്യാരിനെ, ആ നാ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊന്നല്ല കേട്ടോ. നമ്മൾ പറയില്ലേ കരോന, ആ പൈസ കരോന, ആ പൈസ കറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നാ വരും. നമ്മളൊരു ഫ്ലുവൻസിക്ക് വേണ്ടി ഒരു നാ യൂസ് ചെയ്യുന്നുണ്ട്. ബോലോന, ഉൾക്ക് ബോലോന എന്നുവെച്ചാൽ പറയൂന്നേ, അല്ലെങ്കിൽ കരോന ചെയ്യൂന്നേ, അതാണ് കഹോന. പറയൂ, കഹോ എന്ന് പറഞ്ഞാൽ പറയൂ, കഹോന പറയൂന്നേ. മനസ്സിലായോ? എന്ത് പറയാ? പ്യാർ ഹേ, ഇഷ്ടമാണെന്ന് പറയൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇനി അതുപോലെ ഇനി വേഗം പറയാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ഫിലിമാണ് താരേ ജമീൻ പർ. എന്താണ്? താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അല്ലെ. താര നക്ഷത്രം, താരേ നക്ഷത്രങ്ങളാണ്. ജമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് കേട്ടോ. താരേ ജമീൻ പർ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിൽ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, നക്ഷത്രങ്ങൾ ഭൂമിയിൽ. ഇതിന്റെ ഉള്ളടക്കം ഒന്നും ഞാൻ പറയണില്ല കേട്ടോ. ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ഫിലിമിൽ ഡയറക്റ്റ് നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്നൊന്നും അല്ല ഫിലിം അല്ലെ. കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഒരു കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ താരയെന്ന് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളെ അല്ല, കുഞ്ഞുങ്ങളെയാണ് കേട്ടോ. അപ്പൊ ഫിലിമിന്റെ ഉള്ളടക്കം ഒന്നല്ല ഞാൻ പറയുന്നത്, ആ ഫിലിം നെയിമിന്റെ അർത്ഥം മാത്രമാണ്. ഓക്കെ, ശരി. ഇനിയാണ് ജബ് തക് ഹേ ജാൻ.
കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഷാറുഖ് ഖാന്റെ ഒരു പടമാണ് അല്ലെ, ജബ് തക് ഹേ ജാൻ. അപ്പൊ അതിനർത്ഥം എന്താ? ജബ് തക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വരെ, തക്ക് വരെ, ഹേ ജാൻ അപ്പൊ ജീവൻ ഉള്ളത് വരെ എന്നാണ്. ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, മനസ്സിലാവുന്നല്ലോ. ഹേ ജാൻ ജീവൻ ഉള്ളത് വരെ, അതാണ് ആ ഫിലിമിന്റെ അർത്ഥം. ജബ് തക് ഹേ ജാൻ. ഓക്കെ, ഈസി അല്ലേ? ഇതിന്ന് കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഓക്കെ, അടുത്തതാണ് ഫൂൽ ഓർ കാൻഡേ എന്ന് പറഞ്ഞാൽ ഈസി അല്ലേ? ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ പൂക്കൾ എന്ന് പറയാനും പൂ എന്ന് പറയാനൊക്കെ ഫൂൽ എന്നാ പറയാം. ഓക്കെ, ഏകവചനവും ബഹുവചനവും. ഫൂൽ ഓർ കാണ്ടേ. കാണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ട, നമ്മൾ പഠിച്ചിട്ടില്ലയോ? മുള്ള്, അതാണ് കേട്ടോ, മുള്ളുകളും. അപ്പൊ പൂക്കളും മുള്ളുകളും, അതാണ് ആ ഫിലിമിന്റെ പേര്, ഫൂൽ ഓർ കാണ്ടേ. ഓക്കെ, ശരി. ഇനി കബി ഖുഷി കബി ഖം. കബി ഖുഷി കബി ഖം കേട്ടിട്ടുണ്ടോ? കബി ഖുഷി കബി ഖം. അതെന്താ? കബി ചിലപ്പോൾ അല്ലെ, ഇടയ്ക്ക് എന്നുള്ള അർത്ഥമാണ്. ചിലപ്പോൾ സന്തോഷം, ഖുഷി സന്തോഷം. കബി ചിലപ്പോൾ ഗം ആണ് കേട്ടോ, ഗം. സങ്കടം, അതാണ് വിഷമം. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ സങ്കടം. ഇനി ഇതുപോലെ തന്നെ ഹൃതിക് റോഷന്റെ മറ്റൊരു ഫിലിമാണ് ജിന്ദഗി നാ മിലേഗി ദുബാര. ജിന്ദഗി നാ മിലേഗി ദുബാര എന്താണ്? നാ മിലേഗി, മിൽന കിട്ടുക അല്ലെ. നാ മിലേഗി എന്ന് ഉദ്ദേശിക്കുന്നത് കിട്ടത്തില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ജിന്ദഗി, ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം, ജീവിതം. നാ മിലേഗി കിട്ടത്തില്ല, ദുബാര വീണ്ടും എന്ന അർത്ഥമാണ് കേട്ടോ. ദുബാര കരോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീരീസിൽ, ദുബാര എന്നുള്ള വാക്ക് അല്ലെ. ദുബാര കരോ എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യൂ എന്നുള്ളതാണ്. അപ്പൊ ജിന്ദഗി നാ മിലേഗി ദുബാര, ജീവിതം വീണ്ടും തിരികെ കിട്ടത്തില്ല, അതാണ് കേട്ടോ. ഓക്കെ, ശരി. അതുപോലെ തന്നെ ദിൽസേ, ദിൽസേ അല്ലെ, ഫിലിമിന്റെ പേരല്ലേ. ദിൽസേ എന്ന് പറയുന്നത് ദിൽ ഹൃദയം, ഹൃദയത്തിൽ നിന്നും. സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്നും അല്ലെ. ഓക്കെ, ദിൽസേ. അതുപോലെ തന്നെ ദിൽ ചാഹ്താ ഹെ, ദിൽ ചാഹ്താ ഹെ ഓർമ്മയുണ്ടോ? ദിൽ ചാഹ്താ ഹെ എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അപ്പൊ അതിനർത്ഥം എങ്ങനെയാ വരുന്നേ? ദിൽ ഹൃദയം, ചാഹ്താ ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കൊതിക്കുന്നു എന്നൊക്കെ. അത് അവിടെ എന്താണോ അതിന് മാച്ചായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അതാണ് വരിക കേട്ടോ. ഹൃദയം കൊതിക്കുന്നു അല്ലെങ്കിൽ ഹൃദയം ആഗ്രഹിക്കുന്നു, ദിൽ ചാഹ്താ ഹെ, അതാണ് കേട്ടോ. ശരി. അതുപോലെ റബ്നെ ബനാദി ജോഡി, റബ്നെ ബനാദി ജോഡി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന അർത്ഥം അല്ലെ. റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെയാണ് പറയുന്നത് അല്ലെ. ബനാദി, ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക, ബനാദി, റബ്നെ ബനാദി ദൈവം ഉണ്ടാക്കിയ അല്ലെ. ജോഡി, ജോഡി എന്നുള്ള പെയർ അല്ലെ. ഓക്കെ, അപ്പൊ ഷാറുഖും അതുപോലെ തന്നെ അനുഷ്ക അല്ലെ, അനുഷ്കയും കൂടി ആയിരുന്നു ആ ഫിലിമില്. ഓക്കെ, റബ്ബിനെ ബനാദി ജോഡി, അപ്പൊ ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട ജോഡി, അതാണ് കേട്ടോ. ഇനി എന്നിട്ടാ, ഇനി അതുപോലെ തന്നെ സനം തേരി കസം, സനം തേരി കസം. സനം, സനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലവറിന്, പ്രിയപ്പെട്ട, പ്രിയ, എന്താ പറയുക, പ്രിയെ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. സനം ലവറിനെയാണ്. ഓക്കെ, സനം തേരി കസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയാണേ സത്യം. തേരി കസം, കസം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം ചെയ്യില്ലേ, അതാണ് കേട്ടോ. അപ്പൊ സനം പ്രിയേ, നീയാണേ സത്യം, തേരി കസം. അപ്പൊ അതാണ് നമ്മൾ പറയില്ലേ, കസം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ചെയ്യുക, അതാണ് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഫിലിമിന്റെ പേര് കബി അൽവിദ ന കെഹന. കേട്ടോ, കബി അൽവിദ ന കെഹന എന്താണ് അതിനർത്ഥം? കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരിക്കലും എന്നുള്ളൊരർത്ഥത്തിലാണ് കേട്ടോ. അൽവിദ, അൽവിദ എന്ന് പറഞ്ഞാൽ വിട പറയാം, മനസ്സിലാവുന്നുണ്ടോ? അൽവിദ, കബി അൽവിദ ന. ഇവിടത്തെ ഈ ന കഹോനയുടെ നായല്ല കേട്ടോ. ഇവിടുത്തെ ന എന്താണ്? അരുത് എന്നുള്ള അർത്ഥത്തിലാണ്, നോ. ഓക്കെ, കബി അൽവിദ ന കഹന, പറയരുത്, ഒരിക്കലും വിട പറയരുത്, ഒരിക്കലും പിരിയരുത് എന്നുള്ള അർത്ഥത്തിൽ പറയില്ലേ, ഒരിക്കലും വിട പറയരുത്, അതാണ് കബി അൽവിദ ന കഹന. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് ഞാനൊരു എന്താ പറയുക എന്റർടൈൻമെന്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന കേട്ടോ. ഇത്
നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ഫിലിമുകളുടെ പേരെടുത്തിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈസി അല്ലേ? ഒരു ഫിലിം കാണുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്, രസകരമായ വഴികളുണ്ട് ഹിന്ദി പഠിച്ചെടുക്കാനായിട്ട്, മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയും, ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നതിന്റെ ആദ്യത്തെ ചുവട് എന്നുള്ളത് ഹിന്ദി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും അതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞ ഒരു 60-70% മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയാണ് നമ്മുടെ എഫർട്ട് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ വിട്ടോളൂ കേട്ടോ. എനിക്ക് ത്രോട്ട് പെയിനും അതുപോലെ ജലദോഷമൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടിടാം. വളരെ സിമ്പിൾ അല്ലേ, പെട്ടെന്ന് കഴിയുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മൺഡേ നമ്മുടെ സീരീസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. എന്നും പറയുന്ന പോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെന്താ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ചാനല് 10K സബ്സ്ക്രൈബർ ആയിട്ടോ. 10K എന്നുള്ളതിലല്ല, എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അപ്പം എല്ലാവരോടും കൂടി ഞാനിപ്പോൾ ഡയറക്റ്റ് നന്ദി പറയാം കേട്ടോ. താങ്ക് യു. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.